പ്രിയപ്പെട്ടവരെ, ശാലോം ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ പഠന ക്ലാസ്സുകളിൽ കൂടി നാം മനസ്സിലാക്കി, ക്രിസ്തു നേടിത്തന്ന രക്ഷാകര കർമ്മത്തിൻ്റെ സാക്ഷാത്കാരം ഇന്ന് തിരുസഭയിൽ കൈവരിക്കുന്നത് കൂദാശകളിലൂടെയും അതുപോലെ തന്നെ ആരാധനക്രമത്തിലൂടെയാണ്. കൂദാശകളിലൂടെ യേശുനാഥൻ നമ്മെ അവിടുത്തേക്കൊപ്പം ഒന്നു ചേർക്കുന്നു, അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും. അങ്ങനെ ക്രിസ്തുവിനോടൊപ്പം നാം ജീവിക്കുന്നു. ആ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുമ്പോൾ ക്രിസ്തു നേടിത്തന്ന ആ ദിവ്യരക്ഷ വിശുദ്ധ ബലിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നു. നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇതിൽ പരിശുദ്ധ അമ്മയ്ക്കും അനന്യമായ ഒരു സ്ഥാനമുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം തേടുന്നു. അതുപോലെ തന്നെ നമ്മെ ഈ കുദാശകളിലേക്കും ആരാധന കർമ്മങ്ങളിലേക്കും രക്ഷയിലേക്കും നയിക്കുകയും ചെയ്യുന്നു. ഇതിന് പ്രത്യേകമായി സഭ നിയോഗിക്കുന്നത് പുരോഹിതരെയാണ്. പുരോഹിതരിലൂടെയാണ്, വൈദികരിൽ കൂടിയാണ് യേശു നേടിത്തന്ന രക്ഷാകര കർമ്മം തിരുസഭയിൽ ദൈവമക്കൾക്കായി നൽകുന്നത്. അതായത് യേശുവെന്ന മഹാപുരോഹിതൻ്റെ പൗരോഹിത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും വ്യക്തികൾ അഭിഷിക്തരായി യേശു ചെയ്യുന്ന കർമ്മങ്ങൾ ഇന്ന് തിരുസഭയ്ക്ക് വേണ്ടി ചെയ്യുന്നു. തിരുസഭയുടെ പ്രതിനിധികളായി ദൈവമക്കൾക്കായി ചെയ്യുന്നു. അവിടെയും പരിശുദ്ധ അമ്മ അവരോടൊപ്പമുണ്ട്. പരിശുദ്ധ അമ്മ അവരുടെ ദൗത്യ നിർവഹണത്തിലേക്ക് നയിക്കുന്നു. വൈദ്യരുടെ അമ്മയാണ് യേശുവിൻ്റെ അമ്മ, നസ്രത്തിലെ പരിശുദ്ധ കന്യാമറിയം. കാരണം അമ്മയുടെ ജീവിതം ഒരു മാതൃകയായി വൈദികർ എടുക്കേണ്ടതുണ്ട്. അമ്മയുടെ വിനയം, അമ്മയുടെ അനുസരണം, അമ്മയുടെ സമർപ്പണം. ഈ അനുസരണത്തിലൂടെയും വിനയത്തിലൂടെയും സമർപ്പണത്തിലൂടെയുമാണ് ഒരു വൈദികൻ തൻ്റെ പൗരോഹിത്യത്തെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നത്. തൻ്റെ ജീവിതം സഭയിലൂടെ ലോകത്തിനായി, ദൈവത്തിനായി സമർപ്പിക്കുന്നത്. അതിൽ അവരെ നയിക്കുന്നതും അവർക്ക് മാതൃകയായിരിക്കുന്നതും എപ്പോഴും പരിശുദ്ധ കന്യാമറിയമാണ്. ഇന്ന് ഈ വിഷയമാണ് നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി നാം എടുക്കുന്നത്. എന്തായിരുന്നു യേശുവിൻ്റെ പൗരോഹിത്യം? എന്തിനായിട്ടായിരുന്നു യേശു ഈ ലോകത്തിലേക്ക് വന്നത്? നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശ വഴി അഹ്റോനിലൂടെ ലേവ്യ പൗരോഹിത്യം ലേവ്യ ഗോത്രത്തിന് മാത്രം നിലനിന്നിരുന്നു. അവർ ദൈവത്തിൻ്റെ അനുശാസനമനുസരിച്ച് അവർ തങ്ങളുടെ പൗരോഹിത്യ കർമ്മം നിറവേറ്റിയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴേക്കും യേശുനാഥൻ ഈ പൗരോഹിത്യത്തിന് പുതിയൊരർത്ഥം കൊടുക്കുകയാണ്. യേശു തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ തൻ്റെ ദൗത്യം എന്താണെന്ന്, പിതാവ് തനിക്കായി നൽകിയിരിക്കുന്ന ദൗത്യം എന്താണെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം അധ്യായം 4 വാക്യം 16 മുതൽ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്ന് പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് യേശുവിന് പിതാവായ ദൈവം കൊടുത്ത ദൗത്യം. അന്ധർക്ക് കാഴ്ച നൽകി ലോകത്തിലേക്ക് നയിക്കുക. അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുക. പാവങ്ങളോട്, ദരിദ്രരോട്, വിശക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആ സുവിശേഷം പ്രസംഗിക്കുക. ഈ ദൗത്യം യേശുനാഥൻ ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യർക്കായി നൽകുന്നതായി നാം കാണുന്നുണ്ട്. യേശു ശിഷ്യരെ വിളിച്ച് അവരിൽ ചിലരെ തിരഞ്ഞെടുത്ത് അവർക്ക് ദൗത്യവുമായി ലോകത്തിലേക്ക് അയക്കുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ 20 നാം കാണുന്നുണ്ട്: ലോകം മുഴുവൻ ശിഷ്യന്മാരോട് പോകുവാനും
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുവാനുമായിട്ടുള്ള സന്ദേശവുമായി. ഈ സന്ദേശം, ഈ ദൗത്യം ഇന്നും തിരുസഭയിൽ തുടരുകയാണ്. പ്രത്യേകമായി വിളിക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട വൈദികരിൽ കൂടി. യേശുവിനെ എപ്രകാരം മേരി തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ സഹായിച്ചുവോ, ഇതേ രീതിയിൽ ഇന്നും പരിശുദ്ധയമ്മ ഓരോ വൈദികരുടെയും അമ്മയായി തീർന്നുകൊണ്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് തങ്ങളുടെ ദൗത്യം നിർവഹിക്കുവാൻ, പൗരോഹിത്യ ധർമ്മം നിർവഹിക്കുവാൻ അമ്മ സഹായിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസമനുസരിച്ച് പരിശുദ്ധ അമ്മയെ മാതൃകയായി സ്വീകരിച്ച്, അമ്മയുടെ ചൈതന്യം സ്വീകരിച്ച് ഓരോ വൈദികനും വിശുദ്ധ ജീവിതം നയിക്കുവാനും അനുസരണത്തിൻ്റെയും വിനയത്തിൻ്റെയും ജീവിതം നയിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. ഇതിനുള്ള പ്രേരണ നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതമാണ്, അമ്മയുടെ സാന്നിധ്യമാണ്. അച്ഛ, ക്രിസ്തുവിൻ്റെ ഏക പൗരോഹിത്യ നിർവഹണത്തിലുള്ള പങ്കുചേരലാണ് പൗരോഹിത്യം എന്ന് അച്ഛൻ വിശദീകരിക്കുകയുണ്ടായി. ഒരു വൈദികൻ തൻ്റെ പൗരോഹിത്യ നിർവഹണത്തിനിടയിൽ എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരു വൈദികൻ തൻ്റെ പൗരോഹിത്യ ദൗത്യം നിർവഹിക്കുന്നതിൽ എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അതല്ലേ ചോദിച്ചത്. ആദ്യം നാം മനസ്സിലാക്കണം, ക്രിസ്തു. ക്രിസ്തുവിനെ എബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത് മഹാപുരോഹിതൻ എന്നാണ്. മഹാപുരോഹിതൻ്റെ കർമ്മമുണ്ട്, ദൗത്യമുണ്ട്. പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് പുരോഹിത ധർമ്മം. അത് പ്രധാനമായും ബലിയർപ്പണത്തിൻ്റെ ധർമ്മമായിരുന്നു. ദൈവത്തിന് സ്തുതിയുടെയും ആരാധനയുടെയും നന്ദിയുടെയും പാപമോചനത്തിൻ്റെയുമായ ബലി അർപ്പിച്ചത് പുരോഹിതനായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു എന്ന മഹാപുരോഹിതൻ, ഇതേപ്പറ്റി പൗലോസ് എബ്രായക്കാർക്ക് ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആരാണ് പുരോഹിതൻ? ആ പുരോഹിതൻ്റെ ദൗത്യം എന്തായിരുന്നു? എബ്രായക്കാരുടെ ലേഖനം അധ്യായം 4 വാക്യം 14 മുതൽ ഒന്ന് വായിക്കാമോ? 4-ാം അധ്യായം വാക്യങ്ങൾ 14 മുതൽ. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ, ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, യേശു എന്ന മഹാപുരോഹിതനെ പറ്റി. ഈ പ്രധാന പുരോഹിതൻ അവൻ ദൈവപുത്രനായിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് നമ്മോടൊത്ത് സഹതപിക്കുന്ന വ്യക്തിയാണ്. തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് അർപ്പിച്ച വ്യക്തിയാണ്. ഈ മഹാപുരോഹിതൻ്റെ പൗരോഹിത്യത്തിലാണ് ഓരോ വൈദികനും പങ്കുചേരുന്നത്. അതുകൊണ്ട് യേശു എന്ന മഹാപുരോഹിതൻ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ മുഴുവൻ ഒരു വൈദികനും ആർജിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുവാനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പോൾ ഒരു വൈദികൻ കരുണ കൊണ്ട് നിറഞ്ഞവനായിരിക്കണം, കൃപാവരം കൊണ്ട് നിറഞ്ഞവനായിരിക്കണം. വീണ്ടും എബ്രായർക്കുള്ള ലേഖനത്തിൽ 5-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്കിൽ പറയുന്ന ഇതാണ്: ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കുവാനാണ്. അപ്പോൾ തിരുസഭയിൽ പൗരോഹിത്യം എന്ന ശുശ്രൂഷയിലൂടെ വൈദികനായി തീരുന്ന ഓരോ വ്യക്തിയും ജനങ്ങളിൽ നിന്നും എടുക്കപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കപ്പെടുന്ന വ്യക്തികളാണ്. ദൈവിക ശുശ്രൂഷയ്ക്കായി, ദൈവിക വസ്തുക്കളുടെ പരിക്രമത്തിനായി മാറ്റിവയ്ക്കപ്പെടുന്നവരാണ്. ഇതാണ് ഒരു പുരോഹിതൻ. ഇതുകൊണ്ടാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ തന്നെ പുരോഹിതയെപ്പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ. ഇനി നമുക്ക് കടന്നു ചെല്ലാം. അവരുടെ ദൗത്യം എന്താണ്? അവരുടെ ദൗത്യം 1, വിശുദ്ധീകരിക്കുക. ഇതാണ് സുവിശേഷത്തിൽ നിന്നും
ലേഖനഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കുന്നത്, സഭയും പഠിപ്പിക്കുന്നത്, ഒന്ന് സ്വയം വിശുദ്ധീകരിക്കുക, ദൈവജനത്തെ വിശുദ്ധീകരിക്കുക. രണ്ടാമത്തത് പഠിപ്പിക്കുക, ദൈവവചനം പഠിപ്പിക്കുക. യേശു തൻ്റെ പൗരോഹിത്യത്തെപ്പറ്റി പറയുന്നുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ആ ദൗത്യം ഓരോ വൈദികനും യേശു ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മൂന്നാമതുണ്ട് നയിക്കുക. യേശു ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടി അവരോട് പറയുന്നുണ്ട്, പത്രോസിനോട് പറയുന്ന വാക്യമുണ്ടല്ലോ, എൻ്റെ കുഞ്ഞാടുകളെ നയിക്കുക. സ്ലീഹന്മാർക്ക് അവിടുന്ന് സന്ദേശം നൽകുന്നുണ്ട്, സാക്ഷ്യം നൽകുവാൻ, ദൈവത്തിങ്കിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാനായിട്ട്. ഇതാണ് ഒരു വൈദികൻ്റെ കടമ, ദൗത്യം. എങ്കിൽ അവിടെ പരിശുദ്ധി അമ്മ ഇവരെ എങ്ങനെ സഹായിക്കുന്നു? അമ്മ എങ്ങനെ പ്രത്യേകമായ വിധത്തിൽ ഈ പുരോഹിതരുടെ അമ്മയായി തീരുന്നു? നമുക്കറിയാം, പൗരോഹിത്യം ആരംഭിക്കുന്നത് പെസഹ ഭക്ഷണ സമയത്ത്. യേശുനാഥൻ അവിടെ പൗരോഹിത്യം തുടങ്ങുകയാണ്, ആരംഭിക്കുകയാണ്. അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത അജ്ഞാനികളായിരുന്ന ആ ശിഷ്യന്മാരെ പുരോഹിതരായി അവിടുന്ന് അഭിഷേകം ചെയ്തു, താൻ അർപ്പിക്കാൻ പോകുന്ന ബലി തുടർന്നു കൊണ്ടുപോകുവാൻ. ഇതാണല്ലോ തിരുവചനം നാം കേട്ടത്, ദൈവിക കാര്യങ്ങളിലേക്കായി നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കുവാനാണ്. ഈ വൈദികർ പുതിയൊരു ബലി അർപ്പിക്കേണ്ട കാര്യമില്ല. യേശുനാഥൻ ഒരിക്കൽ അർപ്പിച്ച ബലി, അതിൻ്റെ തുടർച്ചയാണ് ഓരോ വിശുദ്ധ കുർബാനയും. അതിൽ നിന്ന് നിർഗളിക്കുന്ന കൃപാവരം വഴിയാണ് ഓരോ കുദാശകളും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് പരിക്രമം ചെയ്യാൻ വേണ്ടി നിയുക്തനായിരിക്കുന്നു ഓരോ വൈദികനും. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ദൗത്യം നാം കാണുന്നത്. യേശുവിനെ ആ വലിയ ബലിയർപ്പണത്തിനായി ഒരുക്കിയത് നസറത്തിലെ മേരിയായിരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു, മേരി സ്വയം സമർപ്പിച്ചു. യേശുവിനെ ബെത്ലേഹം മുതൽ ഈജിപ്തിലൂടെ, നസ്രത്തിലൂടെ, കഫർനാമിലൂടെ ജെറുസലേമിലേക്ക് നയിച്ചത് മേരിയുടെ കരങ്ങളായിരുന്നു. ആ യേശുവിനെ നയിക്കുന്നതിനോടൊപ്പം യേശുവിനെ അനുഗമിക്കുകയും ചെയ്തിരുന്നു. അവസാനം കുരിശിൽ കിടന്ന് പിടയുമ്പോൾ നാം കാണുന്നുണ്ട്, യേശുവിൻ്റെ ബലി പൂർത്തിയാകുമ്പോൾ അമ്മയും ഒരു ബലി അർപ്പിക്കുകയാണ് അവിടെ. തൻ്റെ പുത്രനെ മനുഷ്യകുലത്തിന് വേണ്ടി പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ഒരമ്മയാണ് നാം അവിടുന്ന് കാണുന്നത്. അതിൻ്റെ സമ്മാനമായിട്ടാണ് ദൈവത്താൽ മേരി നിയുക്തിയാകുന്നു, ഇതാ നിൻ്റെ അമ്മ, നമ്മുടെ എല്ലാവരുടെയും അമ്മയായി. പ്രത്യേകമായി അതുകൊണ്ട് ഒരു വൈദികൻ ബലിയർപ്പിക്കുവാനായി പ്രത്യേകമായി നിയുക്തനാകുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അവിടെയുണ്ട്. എപ്രകാരം തൻ്റെ പ്രിയപുത്രനെ ആ ബലിയർപ്പിക്കുവാൻ അമ്മ ഒരുക്കിയോ, അപ്രകാരം തന്നെ പരിശുദ്ധ അമ്മ ഓരോ വൈദികനോടൊപ്പം നിന്നുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയും ദിവ്യബലിയും അർപ്പിക്കുവാൻ വേണ്ടി അമ്മ സഹായിക്കുന്നു, അമ്മ പ്രേരിപ്പിക്കുന്നു, അമ്മ അവരെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശുവിന് കൊടുത്ത അതേ സാന്നിധ്യം ഇന്ന് ഓരോ വൈദികരോടൊപ്പം മേരിയുണ്ട്. ഇതുകൊണ്ടാണ് പ്രത്യേകമായ വിധത്തിൽ വൈദികരുടെ അമ്മയായ മറിയമ്മേ എന്ന് വിളിക്കുന്നത്. മറിയത്തിനും വൈദികർക്കുള്ള സ്ഥാനം കൊടുത്തിരിക്കുന്നത് അത് അമ്മയുടെ ഹൃദയത്തിലാണ്. കാരണം തൻ്റെ പുത്രൻ അർപ്പിച്ച ആ ബലിയിൽ പങ്കുചേരുവാൻ വേണ്ടി, അത് ലോകത്തിൽ അത് തുടർന്നു കൊണ്ടുപോകുവാൻ വേണ്ടി സഹായിക്കുന്ന അമ്മയുടെ ഹൃദയത്തിലാണ് ഓരോ വൈദികൻ്റെ സ്ഥാനവും. ഇതാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ വൈദികൻ എന്നാണ് അമ്മ ഓരോ വൈദികരെയും ചൂണ്ടിക്കൊണ്ട് വിശുദ്ധ വിയാനി പറഞ്ഞിരുന്നത്. ഇത് അങ്ങനെ ഒരു വൈദികൻ്റെ ദൗത്യത്തിൽ എപ്രകാരം അത് പൂർത്തിയാക്കണമെന്ന് അമ്മ പഠിപ്പിക്കുകയും അമ്മ നയിക്കുകയും ചെയ്യുന്നു. ഇതാണ് സഭയുടെയും നമ്മുടെയും വിശ്വാസവും ആ വിശ്വാസത്തിൽ നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും. അച്ഛാ, ഒരു വൈദികൻ തൻ്റെ പൗരോഹിത്യ നിർവഹണത്തിൽ പരിശുദ്ധ അമ്മയുടെ ദൗത്യത്തിലും പങ്കുചേരുന്നു എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. പക്ഷേ കുരിശിൽ കിടന്നുകൊണ്ട് യേശു ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ എല്ലാവർക്കും അമ്മയായിട്ട് നൽകുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ദൗത്യത്തിൽ, പ്രത്യേകമായി വൈദികർ പങ്കുചേരുന്നു എന്ന് പറയുന്നത്?
എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ദൗത്യത്തിൽ വൈദികർ പ്രത്യേകമായ രീതിയിൽ പങ്കുചേരുന്നു? എന്തായിരുന്നു പരിശുദ്ധ അമ്മയുടെ ദൗത്യം? അതുപോലെ തന്നെ ആരാണ് ഒരു പുരോഹിതൻ? നാം കുറച്ച് മുമ്പ് ആരാണ് പുരോഹിതൻ എന്നതിനെപ്പറ്റി ധ്യാനിച്ചു. അതുപോലെ തന്നെ സഭയും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു വൈദിക ധർമ്മത്തെപ്പറ്റി. രണ്ടാം വത്തിക്കാൻ സൂനോദോസിൻ്റെ വൈദികർക്കുള്ള പ്രമാണ രേഖയിൽ പറയുന്ന ഇതാണ്: തിരുപ്പട്ട സ്വീകരണം വഴി വൈദികർ നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പുരോഹിത രൂപം കൈക്കൊള്ളുന്നു. ശിരസ്സായ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷികളും മെത്രാന്മാരുടെ സഹപ്രവർത്തകരും എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ പൂർണ്ണ ശരീരമായ സഭ കെട്ടിപ്പടുക്കുന്നതിൽ വൈദികർ പ്രാപ്തരായിരിക്കണം. അപ്പോൾ ഇവിടെ തന്നെ രണ്ട് കാര്യം വളരെ വ്യക്തമാണ്. ഒന്ന്, ഒരു വ്യക്തി അഭിഷേകം വഴി നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പുരോഹിത രൂപം കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവെന്ന മഹാപുരോഹിതൻ അർപ്പിച്ച ബലി അർപ്പിക്കുവാൻ, ക്രിസ്തുവെന്ന മഹാപുരോഹിതൻ ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ, സർവ്വ മനുഷ്യരെയും വിശദീകരിച്ചതുപോലെ വിശദീകരിക്കുവാൻ, അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഒരാൾ അഭിഷിക്തനാകുന്നു. രണ്ടാമത്, സഭയെ, ക്രിസ്തുവിൻ്റെ പൂർണ്ണ ശരീരമായ സഭ കെട്ടിപ്പടുക്കുന്നതിൽ വൈദികർ വ്യാപൃതരായിരിക്കണം. കെട്ടിപ്പടുക്കുവാൻ വേണ്ടി, സഭയെ വളർത്തുവാൻ വേണ്ടി വൈദികർ നിയുക്തനായിരിക്കുന്നു. വാസ്തവത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേകമായ ദൗത്യവും അതായിരുന്നു. പിതാവായ ദൈവം മറിയത്തെ ഏൽപ്പിച്ചിരുന്നത് തൻ്റെ പുത്രനെ ഒരുക്കി ബലിയർപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സഭയെ സ്ഥാപിക്കുവാൻ വേണ്ടി, സഭയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത ആ ദൗത്യം ഇന്ന് പ്രത്യക്ഷമായി ഇതാ പുരോഹിതർ നിർവഹിക്കുകയാണ്. അത് പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ്. എപ്രകാരം മേരിയുടെ ദൗത്യം മേരി യേശുവിൻ്റെ ആ ബലിയർപ്പണത്തിലൂടെ സഹകരിച്ചുകൊണ്ട് പൂർത്തിയാക്കിയോ, ഇതുപോലെ തന്നെ ഒരു വൈദികനും ബലിയർപ്പണത്തിൽ യേശുവിൻ്റെ ആ രക്ഷാകര കർമ്മം പൂർത്തിയാക്കുകയാണ്. അവിടെ പരിശുദ്ധ അമ്മ ആ വൈദികനോടൊപ്പം നിന്ന് തൻ്റെ ദൗത്യവും ഇവിടെയും ഈ സമയത്ത് പൂർത്തിയാക്കുകയാണ്. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും പൗരോഹിത്യത്തെപ്പറ്റി പറയുന്നിടത്ത് പറയുന്നുണ്ട്: സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ ഉപകരണമായി വർത്തിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപാവരത്താൽ ഈ കൂദാശ അത് സ്വീകരിക്കുന്നയാളെ ക്രിസ്തുവുമായി അനുരൂപപ്പെടുത്തുന്നു. സഭയുടെ ശിരസ്സായ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി അവിടുത്തെ പുരോഹിത, പ്രവാചക, രാജകീയ ധർമ്മങ്ങൾ നിർവഹിക്കുവാൻ തിരുപ്പട്ടം ഒരുവനെ പ്രാപ്തനാക്കുന്നു. ഇവിടെയാണ് പരിശുദ്ധ അമ്മ ഒരു വൈദികൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് നാം അറിയുന്നത്. അമ്മ ആ വ്യക്തിയെ സഭയുടെ ശിരസ്സായ ക്രിസ്തുവുമായി അനുരൂപപ്പെടുത്തുവാൻ ഓരോ ദിവസവും സഹായിക്കുന്നു. തൻ്റെ പുരോഹിത ദൗത്യമായ പ്രവാചക ദൗത്യം, രാജകീയ ദൗത്യം, അതുപോലെ തന്നെ ബലിയർപ്പിക്കുവാനുള്ള പുരോഹിത ദൗത്യത്തിനായി പരിശുദ്ധ തയ്യാറാക്കുന്നു. അതുവഴി അമ്മയെ ദൈവം ഏൽപ്പിച്ച അന്നത്തെ ആ ദൗത്യത്തിൽ പ്രത്യേകമായ വിധത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത ഒരു കൃപ ലഭിച്ചുകൊണ്ട് വൈദികൻ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് ഏതർത്ഥത്തിലും പരിശുദ്ധ അമ്മ വൈദികരുടെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അതിന് പ്രത്യേകമായ അർത്ഥം സഭ നൽകുന്നു, ഓരോ വ്യക്തിയും നൽകുന്നു. അതിൽ അനന്തമായ, അഭൗമ്യമായ ഒരു സന്തോഷവും ഒരാനന്ദവും നമുക്കെല്ലാവർക്കും ഹൃദയത്തിൽ ഉളവാകുകയും ചെയ്യുന്നു. നാം കാണുന്നുണ്ട് സുവിശേഷത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 3:13, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇത് പൗരോഹിത്യം അവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ഒരുക്കമായിരുന്നു. ഇന്നും ഈ
രീതിയിൽ യേശു സമൂഹത്തിൽ നിന്നും ഏതാനും വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരെ നിയോഗിക്കുകയാണ് തൻ്റെ ദൗത്യം തുടരുവാൻ. അതുപോലെ തന്നെ കാൽവരിയിൽ വെച്ച് യേശുനാഥനും പ്രത്യേകമായി തൻ്റെ വൈദികരെ അമ്മയെ പരമേൽപ്പിക്കുകയാണ്, ഇതാണ് നിൻ്റെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഓരോ വൈദികനും പരിശുദ്ധ അമ്മയെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ച് അമ്മയെ മൊത്ത് തൻ്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ അതിന് പൂർണ്ണമായ ഫലം ലഭിക്കുന്നു. തിരുസഭയിൽ വൈദികർക്ക് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ പ്രത്യേകമായ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് സഭയും സഭാമക്കളും വൈദികരെയും പ്രത്യേകമായ വിധത്തിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. കാരണം വൈദികൻ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ധർമ്മം, പൗരോഹിത്യ ധർമ്മം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥത്താൽ പ്രചോദനത്താൽ അത് ഈ ലോകത്തിൽ നിർവഹിക്കുകയാണ്. അമ്മയുടെ ജീവിതവും അമ്മയുടെ മാതൃകയും ഓരോ പുരോഹിതർക്കും എന്നും പ്രചോദനവും എന്നും ആനന്ദവും ധൈര്യവും ശക്തിയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആ കർമ്മം ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തരായി നിർവഹിക്കാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കുവാനായി നമുക്ക് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സഹായവും മധ്യസ്ഥവും നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിലുണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ അമ്മ കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാംബിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.